പടയാളികളായിരമായിരമായി സമരോത്സുകരായി പടയോടിയ പാവന ഭൂമിക താണ്ടിയ സംഹിതയാ പല കൽപ്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവമാ നീ പാട് പൂമാതെ പാട് പൂമാതെ പാട് പൂമാതെ. എല്ലാ തോട്ടിപ്പണികളും ഇവിടുത്തെ ദളിത് മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നത് അതൊക്കെ ഒരു അഴിമതിയല്ലേ? ഇത് സവർണരെ കൊണ്ട് ചെയ്യിക്കട്ടെ, പൂജാതി കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഒന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഇതാണ് വാഷ്റൂം എന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. ഞാൻ വാഷ്റൂമിൽ പോയി തിരിച്ചു വന്നു. അന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ദിവസം പോയപ്പോൾ അവരുടെ വാഷ്റൂമിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുക, ഇവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല. പുലയനൊരു പള്ളി പറയനൊരു പള്ളി മീൻ പിടുത്തക്കാരൻ മരയ്ക്കാനൊരു പള്ളി. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചോദ്യം ആരാണവൾ എന്നുള്ളതാണ്. വലിയ ചോദ്യമായിട്ട് മാറിയിട്ടുണ്ട്. കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞു കുളിരണ മാടത്ത് മാതങ്കി മഹിഷാസുര പ്രമദിനി മാധുര്യധുര്യാകര ശ്രീകാരോത്തര പാണി പങ്കജപുടി ശ്രീഭദ്രകാളിം ഭജ. കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ കൂടിയായ ഗായിക പുഷ്പവതി പൊയ്പാടത്താണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ്. ഹലോ, നമസ്കാരം. ഞാൻ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുകയും കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് രജനീഷ്. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എന്നെ ഇതുവരെ വിളിച്ചില്ല എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. പലവട്ടം ആലോചിച്ചതാണ്. ഇപ്പോൾ ശരണ്യ ഒന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ സത്യത്തിൽ ഞാൻ വരേണ്ട ഒരു വരവായിരുന്നു. അത് ശരണ്യ ഓവർടേക്ക് ചെയ്ത് വന്നതാ, അതുകൊണ്ടാണ് വൈകിയത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം പാട്ടിൽ തുടങ്ങാം. സുലൈല മനസ്സിലെ ആ പാട്ട് ഹാലേദ അസാധ്യമായിട്ടുള്ള പാട്ടാ. അതിൽ ഇടയ്ക്കൊരു പോർഷനൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാത്ത രീതിയിൽ ഒരു പഞ്ചുണ്ട്. എനിക്ക് ആ സോങ് മുഴുവനും കേൾക്കണമെന്ന് ആഗ്രഹം. മുഴുവനും പാടണം. ഓക്കെ, ഞാൻ ആ പാട്ട് വളരെ കഷ്ടപ്പെട്ട് പാടിയ ഗാനം. അറിയാം. ഒരു ദിവസം ഫുള്ള് റെക്കോർഡ് ചെയ്തു, പക്ഷേ എനിക്ക് തൃപ്തി ഒന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ വിഷ്ണുവിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, ഇത് ഒന്നുകൂടെ ഞാനൊന്ന് പാടട്ടെ, ഹൈ പിച്ചിൽ ഫുൾ ഹൈ പിച്ചിലൊന്ന് പാടി വയ്ക്കട്ടെ. അതിനെന്തിനാ, നമുക്ക് നാളെ എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും എറണാകുളത്ത് താമസിച്ചു. പിറ്റേന്ന് വീണ്ടും കാലത്ത് തൊട്ട് വൈകിട്ട് വരെ ഈ പാട്ട് പാടി. അതെ, കഷ്ടപ്പെട്ടതിന് നല്ലൊരു റിസൾട്ട് കിട്ടി. എനിക്ക് തോന്നുന്നു അതിൽ യൂട്യൂബ് വ്യൂവർഷിപ്പ് 6 കോടിയുടെ പിന്നെ നല്ല വ്യൂവർഷിപ്പായി. പ്രത്യേകിച്ച് ന്യൂജൻ കുട്ടികൾ അത് ഒരു ടാസ്ക് ആയിട്ടൊക്കെ എടുത്ത് റീൽസ് നിറയെ പാടിയിട്ടിരുന്നു. അങ്ങനെ അത് ഹിറ്റായിപ്പോയി. പാതിചിരി ചന്ദ്രികയെ 14ന്റെ ചേലൊള്ളിയേ രാക്കനിയെ താരകമേ മതി പോലെ പ്രകാശിതയേ അഴകാലേ വിഭൂഷിതയേ അലിവാലേ അലങ്കൃതയേ അഴകാലേ വിഭൂഷിതയേ അലിവാലേ അലങ്കൃതയേ മധുരക്കിനാവിൻ്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രി ഹാലേദാ ഹാലെ നിന്നെ കണ്ടാലാകെ ഹാലാകെ മാറുന്നേ കലപലതറിയാം പെണ്ണെ തപ്പിൽ മുട്ടുന്നോൻ പിന്നെ കോലിൽ കൊട്ടുന്നോൻ നിന്റെ നെഞ്ചിൽ തട്ടുന്നോൻ ഇരുമൈ തകതൈ താളം തമ്മിൽ കൊള്ളാനായി പെൺമൈ ആൺമൈ കൊണ്ടോനാ മണ്ണും വിണ്ണും ഒന്നോനാ സ്വർഗത്തിങ്കലെത്തിപ്പെട്ടയ തേമിനാളെ ഹാലേദാ ഹാലെ നിന്നെ കണ്ടാലാകെ ഹാലാകെ മാറുന്നേ. പടയാളികളായിരമായിരമായി സമരോത്സുകരായി പടയോടിയ പാവന ഭൂമിക താണ്ടിയ സംഹിതയാ പല കൽപ്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവമാ പല പാമര മാനവ മാനസ സങ്കട സംഗതിയാ ചിന്തപ്പൂന്തോട്ടത്തെ ചന്തത്തിനാളെ ശങ്കപ്പൂമ്പാറ്റ് തെന്നിപ്പാറല്ലേ നിൻചിറകടി സിൽസിലയാലേ മധുപൊടിയണ പനിമലരാകെ പൂമ്പൊടി തരി ചിന്തണ് പൂങ്കവിൾ ചോക്കണ് പൂതികളായിരം പൂവിതളാകണ് പൂത്ത നിക്കണ് പാട്ടുപാടണ മോഹത്തോടെ
തന്മനതിലെ മണിയറയാകെ നിറമലരണി വർണ്ണനയാലെ സുപ്രിയരസപദനിസ സരിഗമ പദരസരതമതിലുലകമേ അതിർത് മോടിച്ചു വർക്കത്തിങ്കലെത്തിപ്പെട്ട യതീമിനാളെ ഹാലേതാ ഹാലെ നിന്നെ കണ്ടാലാകെ ഹാലാകെ മാറുന്നേ മധുരക്കിനാവിൻ്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമള ഗാത്രേ. വാവ്. ഇനി ഇന്റർവ്യൂ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സമാധാനമായി. വേറൊരു കാര്യമുണ്ട്, ഈ പാട്ട് വിത്തൗട്ട് ഓർക്കസ്ട്ര ഉണ്ടല്ലോ, ത്രൂ ഔട്ട് പാടാൻ തീരെ എളുപ്പമല്ല, പറ്റില്ല, ഭയങ്കര ടഫാണ്. ടഫാണ്. ഞാനൊരു ഒരു റിക്വസ്റ്റ് കൂടെ വെച്ചോട്ടെ, ആ പടയാളികൾ തൊട്ട് ഒന്നുകൂടെ പാടാം. ഒന്നുകൂടെ പാടാം. വേറെ ഒന്നുമില്ല, അത് ഭയങ്കര രസമായിട്ടേ. ഓക്കെ, ഇംപ്രവൈസേഷൻസ് ഒക്കെ വേണമെങ്കിൽ ആവാട്ടോ. പടയാളികളായിരമായിരമായി സമരോത്സുകരായി പടയോടിയ പാവന ഭൂമിക താണ്ടിയ സംഹിതയാ പല കൽപ്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവമാ പല പാമരമാനവ മാനസ സങ്കട സംഗതിയാ ചിന്തപ്പൂന്തോട്ടത്തെ ചന്തത്തിന്നാളെ ശങ്കപ്പൂമ്പാറ്റ് തെന്നിപ്പാറല്ലേ നിഞ്ചിറകടി ചിൽസിലയാലേ മധുപൊടിയണ പനിമലരാകെ പൂമ്പൊടി തരി ചിന്തണ് പൂങ്കവിൽ ചോക്കണ് പൂതികളായിരം പൂവിതളാകണ് പൂത്ത് നിക്കണ് പാട്ട് പാടണ് മോഹത്തോടെ തന്മനത്തിലെ മണിയറയാകെ നിറമലരണി വർണ്ണനയാലെ സുപ്രിയരസപദനിസ സരിഗമ പദരസരതമതിലുലകമേ അതിർത് മോടിച്ചു വർക്കത്തിങ്കലെത്തിപ്പെട്ട യതീമിനാളെ ഹാലേതാ ഹാലെ നിന്നെ കണ്ടാലാകെ ഹാലാകെ മാറുന്നേ. സൂപ്പർ. വിഷ്ണു വിജയ്ക്കും ശരിക്കും മോസിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അസലായി ആ വരികൾ എങ്ങനെ ഇത്രയും എന്താ പറയാ മാലപ്പടക്കം പോലത്തെ വരികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണേ, രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നാലേ നടക്കുള്ളൂ എന്നുള്ളതാണ്. ഈ വരികളൊക്കെ കമ്പോസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതും ഇത്രയും നല്ല മ്യൂസിക് സെൻസ്, വളരെ ഡീപ്പായിട്ടുള്ള ഒരു നോളജ് ഉണ്ട്. അത് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്. മോസിനെ കുറിച്ചും നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട്, മോസിന് അസാധ്യമായ വരികൾ എഴുതുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ പഴയ കാലഘട്ടവുമായിട്ട് തർക്കിക്കുമ്പോൾ മോസിന്റെ പേര് കൊണ്ടുവയ്ക്കും. ഇത് കണ്ട ഇതേപോലെ ചെയ്യൂ, അങ്ങനെയൊക്കെ ചോദിക്കില്ലേ? ഒരു ഫാൻ ഫൈറ്റ് പോലെ ഉണ്ടല്ലോ, പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും. ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. പൂമാത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ആവർത്തിച്ച് കേൾക്കുന്നത്. സിതാര പാടിയതും കേൾക്കുന്നതാണ്, സിനിമയിലുള്ളതും നിങ്ങൾ ജോസ്നയും പുഷ്പവതിയും കൂടെ അത് പാടിയിരിക്കുന്നത്. നിങ്ങൾ പാടിയതും ഞാൻ കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇത് കേൾക്കുമ്പോൾ അതിൻ്റെ സൗണ്ടിങ് ഒക്കെ ഭയങ്കര രസമാണ്. സിതാര നന്നായിട്ടത്, സിതാരയുടെ കൂടെ മിഥുനും കൂടെ സിതാരയും കൂടിയിട്ടാണ് ചെയ്തേക്കുന്നത്. രസകരമായിട്ടുള്ള അസാധ്യമായ പാട്ടാണ്. പക്ഷെ അതിനകത്തൊരു ഫൈറ്റർ വുമണും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ പാട്ടിന് ഭയങ്കര റെലവൻസ് ഉണ്ട്. അപ്പോൾ ആ പാട്ടിനെ കുറിച്ച് നമുക്ക് സംസാരിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കും. പാടിയിട്ട് അതിനെ പറ്റിയിട്ട് പറയാം. എൻ്റെ അടുത്ത് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിതാര, അത് പുഷ്പ ചേച്ചി പാടണം കേട്ടോ സ്റ്റേജിൽ എന്നൊക്കെ. പക്ഷെ ഞാൻ പാടിയിട്ടില്ല, അത് ഇതുവരെ പാടിയിട്ടില്ല. സിതാര വളരെ നന്നായി പാടി നടക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ പാടിയിട്ടില്ല. നല്ല പാട്ടാണ്. കാരണം എന്താ വെച്ചാൽ ആ പാട്ട് കമ്പോസ് ചെയ്തത് അയാളായതുകൊണ്ട് തന്നെ ആ പാട്ട് അദ്ദേഹം തന്നെ പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം സുഖാണ്. കൊടമാഴക്കാറിൽ കണ്ണുന്നെഴുതി പെണ്ണ് നല്ല പാനങ്കൂല മുടി മാടി കെട്ടി പെണ്ണ് മാടത്തിൻ ചേതിയിലെ ചെന്നങ്ങിരിക്കണൊപ്പം മാനത്തെ അമ്പിളി നാണിച്ചോളിച്ചു നിൽക്കും നീ പാട് പൂമാതെ പാട് പൂമാതെ പാട് പൂമാതെ പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല് കരയുന്ന കുഞ്ഞമ്മ അണിഞ്ഞുറങ്ങും. പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല് പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല് കോടമാഴക്കാറിൽ കണ്ണും എഴുതി പെണ്ണ് നല്ല പാനങ്കൂല മുടി മാടി കെട്ടി പെണ്ണ് മാടത്തിൻ ചേതിയിലെ ചെന്നങ്ങിരിക്കണൊപ്പം മനത്തെ അമ്പിളി നാണിച്ചോളിച്ചു നിൽക്കും നീ പാട് പൂമാതെ പാട് പൂമാതെ പാട് പൂമാതെ പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല് കരയുന്ന കുഞ്ഞമ്മ അണിഞ്ഞുറങ്ങും. പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല് പൂമാതെ പൊന്നമ്മ പാട്ടേട്ടാല്
ശരിക്കും ഇത് ലൂപ്പിൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ അതിനൊരു വളരെ ദ്രാവിഡമായിട്ടൊരു ആഴത്തിലുള്ള ഒരു ഫീലുണ്ട് ആ പാട്ടിനും പാട്ടിൻ്റെ വരികൾക്കും. ആ വരികൾ നമ്മളെ അത് നയിച്ചു കൊണ്ടുപോകും. അതാണ് ശരിക്കും മനുവാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യിക്കുന്ന വരികൾ. പക്ഷെ പഴയ കഥയാണല്ലേ. പൂമാത ഫൈറ്റർ ഗേളാണ്, അവസാനം എരിഞ്ഞ് തീരുവാണ് ചെയ്തത്. പക്ഷേ നമ്മുടെ ഇവിടെ പുഷ്പവതിക്ക് എരിഞ്ഞ് തീരാൻ പറ്റില്ല, എരിഞ്ഞ് ജ്വലിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അതേ പറ്റിയിട്ട് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ പാട്ട് മുമ്പിലേക്ക് കൊണ്ടുവന്നത്. പുഷ്പവതിയുടെ ഫൈറ്റ് ഒരുപാട് കാലമായി തുടങ്ങിയിട്ട്. ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ട് പുഷ്പവതി. പുഷ്പവതി ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുഷ്പവതിയാണ്. എത്രയോ കാലങ്ങളായിട്ട്. അന്നും ഒന്ന് ആലോചിച്ച് നോക്കുക, പൂമാതയുടെ കാലത്തും ഇതുപോലെ തന്നെ ഉള്ള ഫൈറ്റിങ്. ഇതുപോലെ വെച്ചാൽ അത് വേറെ തരത്തിലാണ്. അത് ഇങ്ങനെ കുറേ പൂമാതമാരുണ്ട്. മുലയരിഞ്ഞ് കപ്പം നൽകിയ പുഷ്പവതിയുണ്ട്. ഇതൊക്കെ പഞ്ചമിയുണ്ട്. ഇതൊക്കെ പുഷ്പവതി തന്നെയാണ്. അപ്പോൾ പുഷ്പവതി ഇന്ന് കാണുന്ന ഒരു പുഷ്പവതി മാത്രമല്ല, ഇത് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും പഴക്കമുള്ളൊരു പുഷ്പവതിയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ആ ചരിത്രം പഠിക്കേണ്ടി വരും. പക്ഷേ ഈ ഡെമോക്രാറ്റിക് വേൾഡിലെ ഫൈറ്റ് എന്ന് പറയുന്നത് വേറൊരു ആസ്പെക്റ്റിലാണ് നമ്മൾ കാണുന്നത്. പുഷ്പവതി നടത്തിയ ഒരു പ്രതിഷേധം, ആ പ്രതിഷേധം ഇങ്ങനെ ആവണമായിരുന്നു, ഇങ്ങനെ ആകാമായിരുന്നു, ഇങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ പറയുന്ന അഭിപ്രായങ്ങളാണ് നിഷ്പക്ഷമതികൾ എന്ന് പറയുന്ന ആളുകൾ നടത്തുന്നത്. പക്ഷെ ആ സമയത്ത് പ്രതികരിച്ചില്ലായിരുന്നെങ്കിൽ അതിന് ഇത്ര അറ്റൻഷൻ കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നീട് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് എത്രത്തോളം ശരിയായിരുന്നു, എത്ര പെർസെൻറ്റേജ് ആണ് വ്യക്തി എന്നുള്ള രീതിയിൽ ആ പ്രതിഷേധത്തോടൊപ്പം നിൽക്കുന്നത്, ഇല്ലെങ്കിൽ മറ്റൊരു തരത്തിലാവാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ലില്ല, എനിക്ക് ആ സമയത്ത് അത് ഒരു റിഫ്ലക്സ് ആക്ഷൻ ആയിട്ട് തന്നെ ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് തന്നെയാണ്. പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ മനുഷ്യർ, അതായത് ദളിത് മനുഷ്യർക്ക് അറിവ് നേടാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. അതിനു മുമ്പ് വരെ അവരുടെ അധ്വാനങ്ങൾ മുഴുവനും അതിൻ്റെ ഗുണഭോക്താക്കളെല്ലാം മറ്റുള്ളവരായിരുന്നു. നമുക്ക് അറിവിൻ്റെ വലിയൊരു തുറന്നു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉയർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു വരുന്നൊരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർ ഇനി പിന്നോക്കം തള്ളപ്പെടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാൻ ഉള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തിയത്. ഈ വേദിയിൽ പുഷ്പവതിയുടെ ശബ്ദം കേൾക്കുമ്പോൾ പലരും പല രീതിയിൽ പ്രതികരിക്കുമ്പോൾ ഞാനൊക്കെ എപ്പോഴും കാണാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സ്റ്റോറി എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പുഷ്പവതി പരുവപ്പെട്ടതെന്ന് മനസ്സിലാക്കിയാലേ അവിടുത്തെ ആ പ്രതിഷേധത്തിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. അപ്പോൾ ചെറുപ്പത്തിൽ സൈക്കിൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ആൺപിള്ളേർ കൂവുന്നെടുത്ത് പ്രതിഷേധം തുടങ്ങിയതാണ്. അവിടെ നിന്നാണ് സർവൈവ് ചെയ്ത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട സ്ഥലത്ത് മാറ്റിയിരുത്തിയ ഇലയിട്ടപ്പോഴാണ് മനസ്സിലായത് ലീഡർഷിപ്പിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയും എന്നാൽ അത് മാറ്റി നിർത്തലാണെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ വായിക്കേണ്ടത്. ഈ പുറകോട്ട് പോയി വായിക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ വ്യക്തി അനുഭവങ്ങളും കൂടെ നമ്മളെ ചേർത്തിട്ടാണ് അത്തരം ഒരു പറച്ചിലേക്ക് എത്തുന്നത്. അവിടെ നിന്നിങ്ങോട്ട് ഓരോ പടി കയറുമ്പോഴും സത്യത്തിൽ ആത്മവിശ്വാസം കൂടുതൽ കിട്ടുമായിരുന്നു. അതേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ പ്രതീക്ഷ വറ്റുകയാണോ ചെയ്തത്? എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നല്ല സ്വാതന്ത്ര്യം അനുഭവിച്ച് വളർന്നോളാം. ഈ സ്വാതന്ത്ര്യം അനുഭവിച്ച് വളരുമ്പോഴാണ് നല്ല കോൺഫിഡൻസ് ഉണ്ടാകുന്നത്. നമ്മുടെ അഭിപ്രായങ്ങൾക്കൊക്കെ വ്യക്തത ഉണ്ടാകുന്നതും കാര്യങ്ങളുടെ എന്താ പറയുക, അതിൻ്റെ ഉള്ളുകള്ളികളാണെങ്കിലും എല്ലാം നമ്മുടെ ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കപ്പെടുന്നതൊക്കെ തന്നെ നമ്മുടെ വളർച്ചയിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് ഒരിക്കലും എൻ്റെ ആത്മവിശ്വാസത്തെ, പ്രത്യേകിച്ച് ഞാനൊരു സ്ത്രീയാണെന്നുള്ളത് കൊണ്ട് എനിക്ക് ഒരിക്കലും എൻ്റെ ആത്മവിശ്വാസത്തെ അത് ബാധിച്ചിട്ടില്ല. വളരെ ബോൾഡായിട്ടാണ് പല സന്ദർഭത്തിലും ഞാൻ ഇടപെട്ടിട്ടുള്ളത്. അത് കോളേജ് പഠിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ്. ഞാൻ കോളേജ് പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ പഠിച്ചിരുന്ന ഓരോരുത്തർക്കും എന്നെ മറക്കാൻ കഴിയില്ല. അത്രയും കില്ലാടി എന്ന് വെച്ചാൽ അങ്ങനെയല്ല. എന്നെ കാണുമ്പോൾ ഞാൻ ഒരു സ്ത്രീയാണെന്ന് കാണുന്നതിനേക്കാൾ ഞാനൊരു കലാകാരിയും ഞാനൊരു വ്യക്തിത്വമുള്ള ആളാണെന്നും കൂടെ മനസ്സിലാക്കുന്ന ആളുകളോടാണ് എനിക്ക് റെസ്പെക്റ്റ് തിരിച്ചു തോന്നാറുള്ളത്. അതല്ലാത്ത ആളുകൾ ഇറസ്പെക്റ്റബിളായിട്ട് സ്ത്രീകളെ കാണുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് സഹിക്കാൻ. എൻ്റെ കണ്ണിൽ കാണുമ്പോൾ അപ്പോൾ പ്രതികരിക്കും. അവിടെ എൻ്റെ സഹപാഠികൾക്കൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ വളരെ നന്നായിട്ട് അറിയാം. എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കറിയാം. കോളേജിൽ അത്തരത്തിൽ വളരെ ആൺകുട്ടികളുടെ മേൽക്കോയ്മ സ്ഥാപിക്കാൻ വേണ്ടി അവർ നമ്മളെ റാഗ് ചെയ്യാനൊക്കെ വരുമ്പോൾ ഒരു ലെറ്റർ കൊണ്ട് അതിനെ മറികടന്നോളാം. പ്രിൻസിപ്പലിന് ഒരു ലെറ്റർ കൊടുത്തു,
ഇനി മേലാൽ അവർ നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഞാൻ അവർക്ക് ശത്രുവായി ശരിക്കും കോളേജിൽ. പലതരത്തിലും കുട്ടികൾ മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നൊരു, പ്രത്യേകിച്ച് ദളിത് സമൂഹത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ മിസ്യൂസ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാനപ്പോൾ നമുക്ക് അപ്പോഴും എന്താ പറയുക, വർഗബോധമാണ് ഉള്ളെന്ന് ഉണരുന്നത്. ഇത്രയും നമുക്ക് ഒരു സാഹചര്യം വരുമ്പോൾ കുട്ടികൾ വഴിമാറിപ്പോകുന്നത് കാണുമ്പോൾ ഞാനത് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത്. ടീച്ചേഴ്സിൻ്റെ അടുത്തും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ അവരുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. അവരതിന് പരിഹാരം കാണാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പൊതുവെ ഒരു ശത്രുവായി. എപ്പോഴും പരിഹാരം എങ്ങനെ കാണാം എന്നുള്ളതാണ് എൻ്റെ ഒരു റിസർച്ച് എന്ന് തോന്നുന്നുണ്ട് പണ്ടേ. പരിഹാരം കാണോ? പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ചോദ്യം ആരാണ് അവൾ എന്നുള്ളതാണ് വലിയ ചോദ്യമായിട്ട് മാറിയിട്ടുണ്ട്. കേരളം മുഴുവൻ പറഞ്ഞിടത്തില്ലേ ഇപ്പോൾ ആരാണ് പുഷ്പവതി എന്ന്. കൂടുതലും ആളുകൾ എന്നെ പഠിച്ചു, എന്നെ പഠിക്കുന്നതിനേക്കാൾ ഞാൻ ഉയർത്തിയ രാഷ്ട്രീയത്തെയാണ് അവർ പഠിക്കേണ്ടത്. അപ്പോൾ എനിക്ക് ഇന്ന ഇന്ന ഇതൊക്കെ ഉണ്ട്, സ്ഥാനങ്ങളുണ്ട്, ഞാൻ പാട്ടുകൾ നിറയെ പാടിയിട്ടുണ്ട് എന്നതിനേക്കാൾ എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യത്തിലെ പ്രസക്തി എന്താണെന്നുള്ളത് പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. ഞാനല്ല അവിടെ വിഷയം, ഞാൻ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് അവിടുത്തെ വിഷയം ആവേണ്ടത് എന്നുള്ളതാണ്. അത് ചർച്ച ചെയ്യപ്പെടണം, അത് ചർച്ചയിലേക്ക് എത്തേണ്ടതുണ്ട്. ഈ മോഹൻ സിതാര സാറിൻ്റെ അടുത്ത് എത്തുന്നത് സിനിമ എന്ന് പറയുന്നത് നമുക്ക് പോപ്പുലർ മ്യൂസിക്കാണ്. ഇവിടെ സമാന്തര സംഗീതം പലപ്പോഴും ഉയർത്തി വരാറുണ്ടെങ്കിലും നമ്മുടെ മെയിൻ മ്യൂസിക് എന്ന് പറയുന്നത് ഇപ്പോഴും സാമ്പത്തികവും കൂടിയാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അതെ, അപ്പം അത് സിനിമ തന്നെയാണ്. അപ്പോൾ സിനിമയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ പാടുള്ളൊരു പരിപാടിയാണ് പലപ്പോഴും. പിന്നെ എക്സിസ്റ്റ് ചെയ്യുക, അപ്പോൾ 10-20 വർഷം മുമ്പ് തുടങ്ങിയിട്ടും 2001 സിനിമയിലേക്ക് വരുന്നത്. 2002 പുറത്തിറങ്ങി നമ്മൾ. അപ്പോൾ ആ ഘട്ടം മുതൽ ഇത്രയും കാലമായിട്ടും 10-20 പാട്ടുകളെ ലിസ്റ്റിലുള്ളൂ എന്നുള്ളത് ഒരു പോരായ്മ. 22 23 ഒക്കെ ഉണ്ടോ? മോഹൻ സിതാരയിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. ആക്ച്വലി എൻ്റെ ഒരു സുഹൃത്ത് ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ ഫിലിപ്പ് ഫ്രാൻസിസ്, അദ്ദേഹം നല്ലൊരു ഗസൽ സിംഗറും തബലിസ്റ്റും ഗിറ്റാറിസ്റ്റും വോക്കലിസ്റ്റും ഒക്കെയാണ്. ഒരു കംപ്ലീറ്റ് മ്യൂസിഷ്യൻ എന്ന് പറയുന്ന പോലെ അത്രയും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പഠനം കഴിഞ്ഞിട്ട് മങ്ങാട് നടേശൻ മാസ്റ്റർ അടുത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടൊരു പ്രിയ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ എപ്പോഴും ഫിലിപ്പേട്ടനെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ കൗതുകപൂർവ്വം അത് കേൾക്കാറും ഉണ്ടായിരുന്നു. പിന്നീട് ഒരിക്കൽ കോളേജിൽ ആർട്സിൻ്റെ ഉദ്ഘാടനത്തിന് അവർ ഞങ്ങളുടെ കോളേജിൽ വന്നു. അന്ന് പി ലീലയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ടാണ് കുറച്ചും കൂടെ ഒക്കെ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ അടുപ്പം തോന്നി കക്ഷിയെടുത്ത്. പിന്നെ ലതിക ടീച്ചറൊക്കെ വലിയ സുഹൃത്തായിരുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ എൻ്റെ പഠനം കഴിഞ്ഞ് നാട്ടിൽ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് സിനിമയിലൊക്കെ എന്തെങ്കിലും ട്രാക്കോ കോറസോ എന്തെങ്കിലും പാടാനുള്ള, കാരണം ഫിലിപ്പേട്ടൻ്റെ ചേട്ടൻ ചേതനയിലെ റെക്കോർഡിസ്റ്റോ എന്തോ ആയിരുന്നു രാജേട്ടൻ. അപ്പോൾ ആ വഴിക്ക് എനിക്കൊന്ന് അവസരം തരുമോ, ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ ചേതനയ്ക്ക് എൻ്റെ നമ്പർ കൊടുക്കുകയായിരുന്നു, ചേതന റെക്കോർഡിംഗ് സ്റ്റുഡിയോയ്ക്ക്. അപ്പോൾ ഇങ്ങനെ എന്നെ വിളിക്കും ചേതനയെന്ന്. ഓരോ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ സിനിമാ പാട്ടുകളുടെ ഭൂരിഭാഗവും തൃശ്ശൂർ ചേതനയിലാണ് റെക്കോർഡിങ് ഉണ്ടാവാറ്. അപ്പോൾ ഒത്തിരി അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രാക്കും കോറസും പാടാൻ അവരെന്നെ വിളിക്കും. സജി, അതുപോലെ ഗണേഷ്, വളരെ എനിക്കിപ്പോഴും അവരെ സത്യം പറഞ്ഞൊരു എൻ്റെ ബ്രദർലി ഭയങ്കര ഒരു വികാരമാണ് എനിക്ക്. അത്രയും, കാരണം ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് ട്രാക്കും കോറസും പാടാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്ന ആളുകളാണെന്നുള്ളതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെന്നെ. അപ്പോൾ അങ്ങനെ ട്രാക്കും കോറസും പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാണ്ടെയാണ് നമ്മളിലെ പാട്ടൊക്കെ റിലീസായിട്ടുള്ളത്. ഞാൻ അറിഞ്ഞത് പോലും ഇല്ല അതിൽ ഞാനുണ്ടെന്ന്. ഞാൻ ട്രാക്ക് പാടി കഴിഞ്ഞാൽ പിന്നെ കാരണം നമ്മളൊന്നും പിന്നണി ഗായികയാവാനുള്ള ഇത് പിന്നെ നമ്മൾ വലിയ കൊമ്പത്തെ ആളുകളൊന്നും അല്ലല്ലോ, പാവപ്പെട്ട വീട്ടിലല്ലേ. അപ്പോൾ എനിക്ക് അതൊക്കെ പ്രതീക്ഷിക്കാമോ എന്നുള്ളതായിരുന്നു. പിന്നെ പാടി വരുമ്പോൾ ഞാനും നന്നായി പാടുന്നുണ്ടല്ലോ, പിന്നെന്താ എനിക്ക് തരാത്ത അവസരം? ഇതിലൊരു നീതി വേണ്ടേ? ഇത്രയും നന്നായി പാടുന്ന ഒരാളെ എന്തുകൊണ്ടാണ് നല്ല പാട്ടുകൾ തന്ന അവസരം തരാത്തത്? എന്നാൽ എനിക്ക് ശേഷം വന്നവരൊക്കെ ഇങ്ങനെ ഒരുപാട് അവസരങ്ങളായിട്ട് അങ്ങനെ വലിയ സ്റ്റേജ് ഷോസും ഒക്കെ ആയിട്ട് അങ്ങനെ ഉയർന്നു പോയി. അപ്പം ഞാനിങ്ങനെ അവരെ നോക്കി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്.
അപ്പോൾ പിന്നീടാണ് ഞാൻ ഇതൊക്കെ മതിയാക്കിയത്. കാരണം അതൊരു വിവേചനം ഫീൽ ചെയ്തിട്ട് തന്നെയാണ് പിന്നെ ഖത്തറിൽ പോയി ടീച്ചറാവാൻ. പിന്നെ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ച സംഗീതം നമ്മുടെ കയ്യിലല്ലേ, നല്ല രീതിയിലാണ് അത് പ്രാക്ടീസ് ചെയ്തിട്ടും പഠിച്ചിട്ടും വന്നിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു അധ്യാപികയായിട്ട് സ്കൂളിൽ കയറിയിട്ടോ ജീവിക്കണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഖത്തറിൽ പോവാണ് ഉണ്ടായത്. ഖത്തർ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാനുണ്ട്. അതിന് മുമ്പ് കാത്ത് കാത്തൊരു മഴയത്ത് ഒന്ന് പാടിയിട്ട് നമുക്ക് പോകാം. കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞു കുളിരണ മാടത്ത് കറുത്തരാവിൻ പടിയേറി വെളുവെളുത്തൊരു രാത്താരം ഓലവട്ട കിളിക്കൂട്ടിൽ വിരുന്നു വന്നത് കുയിലമ്മ ആലവട്ട ചിറകോടെ പറന്നു വന്നതു മയിലമ്മ ആറ്റുനോറ്റൊരു നിധിയാകെ കൈവന്ന പോലെ കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞു കുളിരണ മാടത്ത് കറുത്തരാവിൻ പടിയേറി വെളുവെളുത്തൊരു രാത്താരം കാത്തു കാത്തൊരു മഴയത്ത് നനഞ്ഞു കുളിരണ മാടത്ത് കറുത്തരാവിൻ പടിയേറി വെളുവെളുത്തൊരു രാത്താരം. ശരിക്കും ബിജിപാൽ റഫീഖ് അഹമ്മദാണ് ശരിക്കും എനിക്ക് തോന്നുന്നു പിന്നെ വീണ്ടും പോപ്പുലാരിറ്റി നൽകുന്നത്. ചെമ്പാവിൻ പുന്നല്ലിൻ ചോറ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഫുഡുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളിലും ഉപയോഗിക്കുന്ന ഒരു പാട്ടായിരുന്നു. അന്ന് മാത്രമല്ല ഇപ്പോഴും ഇന്നും ഉപയോഗിക്കുന്ന ഒരു പാട്ടാണത്. ഇപ്പോഴും അടക്കം ഞാൻ ഇപ്പൊ ഈ അടുത്തും കൂടെ കണ്ടുള്ളൂ പുതിയൊരു വീഡിയോ. അപ്പോൾ ബിജിയേട്ടൻ എന്ന് പറയുന്ന സന്യാസിയും അതിന്റെ കൂട്ടത്തിൽ റഫീഖ് സാർ എന്ന് പറയുന്ന വേറൊരു സന്യാസിയും കൂടെ ചേർന്നിട്ട് അസാധ്യമാക്കിയ പാട്ടാണത്. ആ രണ്ട് സന്യാസിമാരുടെ കൂടെ ഒരു സന്യാസിനിയും കൂടെ ചേർന്ന് പറയാത്തത് എന്താണ്? അതെ, 3 സന്യാസി മിസ്റ്റേക്ക് ആയിട്ടുള്ള പാട്ട് പാടിയിട്ടുള്ള സന്യാസിനി എന്ന് പറഞ്ഞൂടെ? അതെ, നിങ്ങൾ സന്യാസിനിയാണ്. ഞങ്ങൾക്ക് എത്ര പ്രാവശ്യം ഞങ്ങൾ വന്ന് നിൽക്കുകയാണ് ഈ പുണ്യാശ്രമത്തില് ഈ പാട്ടുകൾ എത്ര പ്രാവശ്യം നമ്മൾ ആസ്വദിച്ചിട്ടുള്ള പാട്ടുകളാണ്. ശരിക്കും സോൾട്ട് ആൻഡ് പെപ്പർ ഒരു വേറിട്ടൊരു മേക്കിങ്ങും ഒരു പുതിയ നടത്തവും ഒക്കെ ആയിരുന്നു. ഒരു മോഡേൺ സിനിമയായിട്ട് വരുന്ന എല്ലാ കാലഘട്ടത്തിലും മോഡേൺ സിനിമകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ചില സിനിമകൾ നമ്മളങ്ങനെ അടയാളപ്പെടുത്തിയിടും. അങ്ങനെ അടയാളപ്പെടുത്തി ശരിക്കും പറഞ്ഞാൽ ഒരു ടേൺ ആയിരുന്നു. ആ സിനിമാ രംഗത്തും അതായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സിനിമ അതുവരെ തുടർന്ന് വന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വഴിയായിരുന്നു. അത്തരമൊരു സിനിമയുടെ ത്രെഡ് കേട്ടാൽ നമുക്കിത് സക്സസ് ആവുമെന്ന് ഒരിക്കലും മനസ്സിലാവില്ല. അത് മേക്കിങ്ങിന്റെ സ്റ്റൈലും ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ വെച്ചതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആസ്വദിച്ചിരുന്നത്. എല്ലാവരും ഒരേപോലെ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അത് വൻ വിജയമായിരുന്നു ആ ഒരു സിനിമ. ചെമ്പാവ് പുന്നില്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ തനതിന്ത താനാതിന്ത താനാതിന്ത തെന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്ത തെന്തിന്നു മുളകര ചൊരുക്കിയ പരൽ മീനിൻ കറി കൂട്ടിട്ടെരിവ് കൊണ്ടിടം കണ്ണ് തുടിച്ചവനെ തനതിന്ത താനാതിന്ത താനാതിന്ത തെന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്ത തെന്തിന്നോ പഞ്ചാര പാലട പ്രഥമൻ തൂശനില തന്നിൽ വിളമ്പുമ്പോൾ ഒഴുകിടാതെ വലം കയ്യാലിടം കയ്യാൽ വടിച്ചിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പരക്കുന്ന മനപ്പായസം മൂവാണ്ടൻ മാവിൻ്റെ കുളിര് വേനൽ കനലൂട്ടി വിളഞ്ഞൊരു കനകച്ചെപ്പ് തകതിത്തില്ലോ താനിന്നോ താനികതാനിന്നോ പഴംപുള്ളി ശരി ചാറിൽ പിടിക്കുമ്പോൾ വഴുക്കണ മധുരമാമ്പഴം പോലെ വലയ്ക്കുന്നോളെ തനതിന്ത 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 താനാതിന്ത താനാതിന്ത തെന്തിന്നോ
തനതിന്ത താനാതിന്ത താനാതിന്ത തെന്തിന്നോ വരിക്കപ്പൊൻ ചക്കേടെ മടല് കൊത്തി നറുനറെ അരിഞ്ഞിട്ടങ്ങുടച്ചൊരുക്കി തകതിത്തില്ലോ താനിന്നോ താനിക താനിന്നോ വാഴുക്കപ്ലാവില കൊണ്ട് കയ്യിൽ കുത്തി ചൂടു കഞ്ഞി കുടിക്കുമ്പോൾ വിയർപ്പാറ്റാനടുത്തുവായോ തനതിന്ത താനാതിന്ത താനാതിന്ത തെന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്ത തെന്തിന്നോ വെൺമേഘപ്പത്തിരി താളിൽ നല്ല താറാവിൻ ചൂടുള്ള നാടൻ കറി വേണ്ടേ തകതിത്തില്ലോ താനിന്നോ താനിക താനിന്നോ കുഴച്ചുടച്ചൊരു പിടി പിടിക്കുവാൻ വിളമ്പട്ടെ മുളങ്കുറ്റി നിറഞ്ഞ പുട്ടൊരിക്കൽ കൂടി തനതിന്ത താനാതിന്ത താനാതിന്ത തെന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്ത തെന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്ത തെന്തിന്നോ തനതിന്ത താനാതിന്ത താനാതിന്ത തെന്തിന്നോ. നിങ്ങളുടെ കൂടെ പാടാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ പാട്ട് അറിഞ്ഞൂടാത്തോണ്ട് പാവം മിണ്ടാതിരിക്കുന്നതാണെന്ന് കരുതിയാൽ മതി. പലതിലും ഞാൻ അതെ അതെ, അത് ആവേശ കമ്മിറ്റി ആയതുകൊണ്ടാണ് കുറച്ചിട്ടുണ്ട് ഇപ്പോൾ ആവേശ കമ്മിറ്റി. ശരിക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു പൊളിറ്റിക്കൽ ഏരിയയിലേക്ക് പോവേണ്ടതുണ്ട്. ഈ അടൂരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ശരിക്കും ജാതി ആരോപിക്കപ്പെടുമ്പോൾ സ്റ്റേറ്റ്മെൻറ്റിനെ മറ്റൊരു തരത്തിൽ കണ്ടുകൂടെ എന്നാണ് ചോദിക്കുന്നത്. കാരണം അടൂരിൻ്റെ ഒരു പിൽക്കാലഘട്ടത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സോ ഇല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഒക്കെ വെച്ചിട്ട് നമ്മൾ പരിഗണിക്കുന്നതിന് പകരം അപ്പോൾ അവിടെ നടത്തിയ പ്രസംഗത്തിൽ മെറിറ്റ് എന്ന് പറയുന്നത് കാശ് ദുർവ്യയം ചെയ്യരുത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് എന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത് ഈ സ്ത്രീകളെ അധിക്ഷേപിച്ചോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇത് രണ്ടു കൂട്ടർക്കാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ആ രണ്ടു കൂട്ടർക്ക് കാശ് കൊടുക്കുന്നത് മോശമായി പോകരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് വായിക്കേണ്ടത്. പക്ഷേ അടൂരിനെയും പുഷ്പവതിയെയും അവരുടെ ബാക്ക്ഗ്രൗണ്ടും കൂടെ പരിശോധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ കോണ്ടസ്റ്റിലേക്ക് എത്തിപ്പോകുന്നതെന്ന് ഒരു വാദവും കൂടെ ഉണ്ട്. അതായത് അങ്ങനെ കാണേണ്ടതില്ല, അതിന് മെറിറ്റ് എടുക്കൂ, അതിൻ്റെ മെറിറ്റ് സംസാരിക്കൂ എന്നുള്ള അർത്ഥത്തിൽ ഇത്രയും ജാതിയിലേക്ക് വലിച്ചു കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അതിനെങ്ങനെയാണ് ശരിക്കും കാണുന്നത്? അതിലൊരു കാര്യം എന്താണെന്നറിയാമോ, അദ്ദേഹം സംസാരിച്ചത് ആരെ കുറിച്ചിട്ടാ? SC/ST പിന്നെ സ്ത്രീകൾ രണ്ടു കൂട്ടർക്കാണ് നമ്മൾ ഈ സബ്സിഡി ഇല്ലെങ്കിൽ ഈ തരത്തിൽ കാശ് കൊടുക്കുന്നത്. വെറുതെ സ്ത്രീകൾക്ക് കാശ് കൊടുക്കരുത്, അത് പിന്നെ അവർക്ക് കുറേ ട്രെയിനിങ് ഒക്കെ കൊടുക്കണം എന്നൊക്കെയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അല്ല, അതിൻ്റെ ഉള്ളിൽ അങ്ങനെ നമുക്ക് വായിക്കാൻ പറ്റും. അതൊരു ഉള്ളിലെ വായന അല്ലേ എന്നാണ് നമുക്കതിനെ. പിന്നെ SC/ST ആളുകളും അതിലുണ്ടല്ലോ. അപ്പോൾ ഇവർ മാത്രം പഠിച്ചാൽ മതിയോ? അതായത് ട്രെയിനിങ് ഒക്കെ കിട്ടിയാൽ മതി, ഇവർക്ക് മാത്രം ട്രെയിനിങ് കൊടുത്താൽ മതിയോ? പോരാ. ഇല്ല, അത് പൊതുവായിട്ടാണ് പറയണത് വെച്ചെങ്കിൽ നമുക്കതിലൊരു വിഷയം തോന്നില്ല. സ്ത്രീകൾക്കും SC/ST വിഭാഗങ്ങൾക്കും സർക്കാർ നൽകുന്ന 1.5 കോടി രൂപയെക്കുറിച്ചിട്ടാണല്ലോ പറഞ്ഞത്. അപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ ബിജു ഒക്കെ എങ്ങനെയാണ് സിനിമ എടുത്തത്? 15ഓളം സിനിമ എടുത്തത് വല്ല ട്രെയിനിങ്ങും കിട്ടിയിട്ടാണോ? ഇപ്പോൾ ഈ നിയറസ്റ്റ് ആയിട്ടൊരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള സായ് കൃഷ്ണ എന്ന് പറയും, അവളുടെ യഥാർത്ഥ പേര് സിന്ധു ഗംഗാധരൻ എന്നാണ്. ആ കുട്ടി ഇതുപോലെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വലിയ ഒരു ബഡ്ജറ്റായിട്ടുള്ള സിനിമയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ പ്രൊഡ്യൂസർമാരുടെ പിന്നാലെ നടന്നുള്ള ചെരുപ്പ് തേഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ ഒരു സ്ത്രീയല്ലേ, പണം എന്ന് പറയുന്ന ഒരു സംഗതി ഒരു തരം വേറെ തരത്തിലുള്ള ഒബ്ലിഗേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ്. നമ്മൾ സർക്കാരിൽ നിന്ന് പണം വാങ്ങിക്കുന്ന പോലെയല്ല പ്രൊഡ്യൂസർമാരുടെ അടുത്ത് നിന്ന് നമുക്ക് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും പരിമിതികൾ ഉണ്ടാകാറുണ്ട്. അപ്പം ഇവളിങ്ങനെ പല പ്രൊഡ്യൂസർമാരെയും പിന്നാലെ നടന്ന് ചെരുപ്പ് തേഞ്ഞു എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു ചെറിയ സ്ക്രിപ്റ്റും കൊണ്ട് വേറൊരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് അത് ഓക്കെ ആയത്. വളരെ ചെറിയ, അത് സത്യം പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ അത് സിനിമ. സീ ഓഫ് ലവ് എന്നാണ് ആ സിനിമയുടെ പേര്. വളരെ മനോഹരമായിട്ടാണ് കുട്ടി ആ സിനിമ എടുത്തേക്കുന്നു. അവൾ പ്രൂവ് ചെയ്തേക്കണു അവൾ നല്ലൊരു സിനിമ സംവിധായികയാണെന്ന്. ഇതൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടാ. ഡോക്ടർ ബിജു ഒക്കെ 15ഓളം സിനിമ എടുത്ത് ഇൻ്റർനാഷണൽ ലെവലിൽ അവാർഡുകളും ഇൻ്റർനാഷണൽ ലെവലിലും ദേശീയ തലത്തിലും അവാർഡുകൾ നേടിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ട്രെയിനിങ് കിട്ടിയിട്ടൊന്നുമല്ല സിനിമ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട്, ഇപ്പോൾ VS അനോജ് സിനിമ എടുത്ത അരിക്, അതൊന്നും ട്രെയിനിങ് കിട്ടിയിട്ടല്ല, പക്ഷെ നല്ല ക്ലാസ് സിനിമയത്.
വളരെ ചർച്ച ചെയ്യപ്പെട്ട, നിരൂപക ശ്രദ്ധ നേടിയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഈ പറയണ എൻ്റെ ഒരു സാങ്കത്യം എന്താണ്? പൊയ്കയിൽ അപ്പച്ചനെ കുറിച്ച് പറയുമ്പോൾ പ്രോഗ്രസീവ്നെസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഗുരുവായിക്കോട്ടെ അയ്യപ്പനായിക്കോട്ടെ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ചില കവിതകളൊക്കെ എടുത്ത് ഇപ്പോൾ പുഷ്പവതിക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ശരിക്കും അപ്പച്ചൻ്റെ കവിതകളൊക്കെ കുറേ കൂടെ നന്നായിട്ട് മ്യൂസിക്കലായിട്ട് പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ആക്ച്വലി ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ വായിക്കുന്നു, പക്ഷെ എവിടെയാണ് പിരിവ് എന്നുള്ള കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല സത്യത്തിൽ ആദ്യം തുടങ്ങിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിങ്ങനെയല്ല, കുറച്ചും കൂടെ ഈ ഇൻസ്ട്രുമെൻസിൻ്റെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ചെയ്യേണ്ട ഒരു സംഗീതമാണ് ഗുരുവിൻ്റെ വരികൾ എന്നുള്ളത് കൂടുതൽ അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാവണത്. ആദ്യം അതൊരു ആവേശമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഒരു കൂടുതൽ മനസ്സിലാക്കണേൻ്റെ ഒരു തലം അതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മ്യൂസിക് ചെയ്യാനുള്ള ഒരു വഴി എവിടം വരെ എത്തി? കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊക്കെ ചൊല്ലാറുണ്ട്. അപ്പോൾ പക്ഷെ അതിനൊന്ന് കോർഡിനേറ്റഡ് ആയിട്ട് നമുക്ക് മുന്നിൽ വെല്ലായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ പല സന്ദർഭത്തിലും അത് പിന്നെ എനിക്ക് കിട്ടുന്ന വേദികളിലെല്ലാം ഗുരുവിൻ്റെ കൃതികൾ ഏതെങ്കിലും ഒന്ന് പാടാറുണ്ട്. സദാചാരം അല്ലെങ്കിൽ ദൈവദശകം പൊതുവെ ഒരു പറച്ചിലുണ്ട്. നമ്മളൊരു ബാൻഡ് മ്യൂസിക് അല്ലേ പൊതുവെ, എൻ്റെ പരിപാടികൾ മിക്കവാറും ബാൻഡ് മ്യൂസിക്കാണ്. അപ്പം ദൈവദശകം ഒഴിവാക്കിയിട്ട് ഒന്നുകിൽ ഭദ്രകാളി അഷ്ടകം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സിങ്. എന്നുവെച്ചാൽ വേറൊന്നുമല്ല, അത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കൃതിയാണ് ഭദ്രകാളി അഷ്ടകം നാരായണ ഗുരുവിൻ്റെ. അപ്പോൾ അത് ഞാൻ ലളിതരാഗത്തിൽ പാടാറുണ്ട്. പിന്നെ സദാചാരം പാടാറുണ്ട്. പിന്നെ ഗുരുവിൻ്റെ കൃതികൾ മാത്രം പാടുന്ന സന്ദർഭത്തിൽ ഇതെല്ലാം പാടാറുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒന്ന് ചൊല്ലാം, ഗുരുവിൻ്റെ ചൊല്ലിയിട്ട്. പാടാം. ഗമധാമ ഗമഗരിഗ ഗമധനി സാ നിധനി ധാമ ഗമര സാ ശ്രീമച്ഛങ്കര പാണി പല്ലവ കിരല്ലോലംബമാലോല സന്മാലോല കലാപകാളക പരിഭാരാവലി ഭാസുരേ കാരുണ്യാമൃതവാരിരാശിലഹരി പീയൂഷ വർഷാവലിം ബാലാംബാം ലളിതാളകാമനുദിനം ശ്രീഭദ്രകാളിം ഭജേ ഹേലാദാരിദാരികാസുരശിരഃ ശ്രീ വീരപാണോന്മദ ശ്രേണി ശോണിത ശോണിമാധരപുടീം വീഡിരസാസ്വാദിനീം പാടീരാതി സുഗന്ധി ചൂചുകതടീം ഷാഡി കുടീരസ്തനീം ഘോടി വൃന്ദ സമാനധാടിയുധീം ശ്രീഭദ്രകാളിം ഭജേ ബാലാർക്കായുധ കോടിഭാസുര കിരീടാമുക്തമുഗ്ധാളക ശ്രേണി നിന്ദിതവാസികാമരു സരോജ കാഞ്ചലോരു ശ്രിയം വീണാവാദന കൗശലാശയശയശ്രാനന്ദ സന്തായിനിം അംബാമംബുജലോചനാമനുദിനം ശ്രീഭദ്രകാളിം ഭജേ മാതംഗശ്രുതിഭൂഷിണീ മധുധരി വാണി സുധാമോഷിണീ ഭ്രൂവിക്ഷേപ കടാക്ഷ വീക്ഷണ വിസർഗക്ഷേമ സംഹാരിണീ മാതംഗീ മഹിഷാസുര പ്രമഥിനീ മാധുര്യധുര്യാകര ശ്രീകാരോത്തര പാണി പങ്കജപുടീ ശ്രീഭദ്രകാളിം ഭജേ മാതംഗാനന ബാകുലേയ ജനനീ മാതംഗ സംഗാമിനീ ചേതോഹാരി തനുച്ഛവീം ശബരികാ ചക്ഷുക്ഷ്മദീം അംബികാം ജൃംഭത്രൗഢ നിസുംഭ സുംഭമദിനീം അംബുജ
ആത്മീയസ്തന കുംഭകുങ്കുമരജപ്പങ്കാരുണാലങ്കൃത ശ്രീകണ്ഠൗരസ ഭൂരിഭൂതി മമരികോടിരഹീരായിത ആത്മീയസ്തന കുംഭകുങ്കുമരജപ്പങ്കാരുണാലങ്കൃത ശ്രീകണ്ഠൗരസ ഭൂരിഭൂതിം അമരികോടിരഹീരായിത നാഭീകൂപസരോജകാന്തിവിലസച്ഛാദോദരീം ശാശ്വതീം ദൂരീകുർവൈ ദേവി ഘോരദുരിതം ശ്രീഭദ്രകാളിം ഭജേ കാളാംബോധകളായ കോമളതനുച്ഛായാശിതിഭൂതിമത് സംഖ്യാനാന്തരിതസ്തനാന്തരലസന്മാലാകിലൻ മൗക്തികാം നാഭീകൂപസരോജകാന്തിവിലസച്ഛാദോദരീം ശാശ്വതീം ദൂരീകുർവൈ ദേവി ഘോരദുരിതം ശ്രീഭദ്രകാളിം ഭജേ. പെട്ടെന്ന് എനിക്ക് വരി ഒരു കൺഫ്യൂഷൻ വന്നു ലാസ്റ്റ്. ഇന്ന് ഞാൻ ചെമ്പഴന്തിയിൽ പോയിട്ട് ഇത് പാടിയിട്ടേ ഉള്ളൂ, ഫുൾ ഒറ്റ ഇതില്. അപ്പോൾ എനിക്കൊരു മറവി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്താന്നറിയില്ല. ഞാൻ ഈ അടുത്താണ് ഈ നജസിലെ പാട്ട് കേൾക്കുന്നത്. അതൊരു ഹിന്ദി സോങ് ആണ്. അല്ല, മല്ലികെ മല്ലികെ, അത് കന്നഡയാണല്ലേ? ആ, അത് രസമാണ് കേട്ടോ. അത് പാടാതെ വിടില്ല. മല്ലിക കേൾക്കാൻ നമുക്ക്. എനിക്ക് ഏത് ഭാഷയാണെന്ന് എനിക്ക് ആദ്യം ഞാൻ വിചാരിച്ചു മലയാളത്തിലാണ് തുടങ്ങിയിരിക്കണേന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ അല്ലാന്ന് മനസ്സിലായി. നജസ് സംവിധാനം ചെയ്തത് ശ്രീജിത്ത് പൊയിൽക്കാവിൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ്. ഈ ഗാനം പാടാൻ എന്നെ വിളിച്ചത് അതും എൻ്റെ വളരെ പഴയ സുഹൃത്താണ് സുനിൽകുമാർ, PK സുനിൽകുമാർ. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് ബാലപ്രതിഭയ്ക്കുള്ള അവാർഡൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു. കൊച്ചു കുട്ടിയായിരുന്നപ്പോഴേ നല്ല കലാവാസനയുള്ള ഒരാളാണ്. അദ്ദേഹം MBBS ചേർന്നിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് തബലയിലേക്ക് പോയതാണ്. തബല പിന്നെ മൊത്തം ഓവറോൾ എല്ലാ ഇൻസ്ട്രുമെൻസും കൈകാര്യം ചെയ്യുന്ന ഒരു ലെവലിൽ ഒരു സംഗീത സംവിധാനം നിറയെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുനിലാണ് എന്നെ ഇതിലേക്ക് വിളിച്ചത്. ഈ ഒരു ഗാനം മലയാള സിനിമയാണെങ്കിലും അതിൽ പാടുന്ന ഒരു കന്നഡ നാടോടി ഗാനാണ്. മല്ലികയേ മല്ലികയേ യാതಕ್ಕೆ ಹೊರಟೆ ಮಲ್ಲಿಗೆ, ಮಲ್ಲಿಗೆಯೇ ಮಲ್ಲಿಗೆಯೇ ಕಣ್ಣೀರ್ ಯಾಕೆ ಮಲ್ಲಿಗೆ, ಮಲ್ಲಿಗೆಯೇ ಮಲ್ಲಿಗೆಯೇ ಯಾತಕ್ಕೆ ಹೊರಟೆ ಮಲ್ಲಿಗೆ, ಮಲ್ಲಿಗೆಯೇ ಮಲ್ಲಿಗೆಯೇ ಕಣ್ಣೀರ್ ಯಾಕೆ ಮಲ್ಲಿಗೆ, ಹಿಂದಿರುಗಿ ನೋಡದೆ ಹೋಗುವೆ ಮಲ್ಲಿಗೆ ನೀ ಎಲ್ಲಿಗೆ, 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 ಮಲ್ಲಿಗೆಯೇ ಮಲ್ಲಿಗೆಯೇ ಯಾತಕ್ಕೆ ಹೊರಟೆ ಮಲ್ಲಿಗೆ, ಮಲ್ಲಿಗೆಯೇ മല്ലികയെ കണ്ണീർ യാകെ മല്ലികേ. അതിന്റെ ഇടയ്ക്ക് വരുന്ന സംഭവം ഇല്ലേ, അത് അസാധ്യമായിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ ആലോചിക്കുമായിരുന്നു ഇതില്ലായിരുന്നു ഈ പാട്ട് എനിക്ക് ഭയങ്കര രസമുള്ള ഇത് എന്തെങ്കിലും ഒരു പോപ്പുലർ സിനിമയിൽ വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടിന് പ്രാധാന്യം എനിക്ക് കിട്ടുമായിരുന്നു. ഭയങ്കര രസമുണ്ട്. അതാണ് വളരെ ലിമിറ്റഡ് ആയിട്ടൊക്കെ സിനിമ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന, അപ്പോൾ വലിയ ഒരു മാസ് രീതിയിലാണ് ചെയ്യണമെങ്കിൽ അവർക്ക് വലിയ രീതിയിൽ എന്താ പറയുക പ്രശസ്തി ഉണ്ടാവും അല്ലേ. ഈ പൊതു സൗന്ദര്യ ബോധത്തിനകത്ത് ഈ കറുപ്പിന് ഇപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ സോകോൾഡ് സ്പേസുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ, സിനിമ ഉൾപ്പെടെ നോക്കിക്കഴിഞ്ഞാൽ കറുപ്പിനെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മണിച്ചേട്ടനെയൊക്കെ പോലെയുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടിയാൽ ഓക്കെ. മണിച്ചേട്ടൻ ആദ്യ കാലഘട്ടത്തിൽ സുന്ദരനല്ലായിരുന്നു, പക്ഷെ പിൽക്കാലഘട്ടത്തിൽ അതീവ സൗന്ദര്യമായിട്ട് ആൾക്കാർ മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ്. അതായത് ആളുകളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഈ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് മാറിയതാണ്. അപ്പോൾ പൊതുധാര ആദ്യം ഒരാളെ ഇപ്പോൾ അങ്ങനെ എടുക്കാൻ ഭയങ്കര പാടാണ്. എക്സ്ട്രാ ഓർഡിനറി ടാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് മനസ്സിലേക്ക് എടുക്കുക. ഈ ഒരു പ്രോബ്ലം ഒരുപക്ഷെ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ സ്റ്റേജുകളിൽ പലപ്പോഴും കാണുന്ന ഗായകർ, അത് നമ്മളിപ്പോൾ പാട്ട് പാടിയവർ
എല്ലാവരും ഒരേ മുഖമുള്ളവരല്ല. പക്ഷേ സ്റ്റേജുകൾക്ക് ചില മുഖങ്ങളെ മാത്രമാണ് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളത്. അപ്പം ഇതൊക്കെ ഓൾറെഡി ഉള്ളതല്ലേ. ആ ഇതിന് പിന്നെ റേസിസം എന്ന് പറയും, സാമൂഹികമായിട്ടുള്ള വേറെ തരത്തിൽ പറഞ്ഞാൽ ജാതീയത എന്ന് പറയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു താഴെത്തട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എന്താ പറയുക, ഒരു കോക്കസിൻ്റെ ഉള്ളിലൊന്നും ഇടണ്ടാവില്ല. അല്ലെങ്കിലും ഇപ്പോൾ എനിക്കൊന്നും കോക്കസിൽ താല്പര്യമില്ലാത്ത ഒരാളായതുകൊണ്ട് ഞാനങ്ങ് മാറി നിന്നിട്ടാണുള്ളത്. എല്ലായ്പ്പോഴും ഒരു കോക്കസിലും പെടാറില്ല. പക്ഷേ പൊതുവേ പവർ ഗ്രൂപ്പാണ് എപ്പോഴും ഫോം ചെയ്യുന്നത്. അവരാണ് എപ്പോഴും എല്ലാ കാര്യത്തിലും നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ജാതിയുണ്ട്, നിറമുണ്ട്, എല്ലാം ഉണ്ട്. ഈ നിറത്തിനെ ശരിക്കും ജാതിയുമായിട്ട് ചേർത്ത് തന്നെ വായിക്കണോ? അതേ അല്ല, രണ്ട് തരത്തിലുണ്ട്. അത് ഇപ്പോൾ നിറം പക്ഷേ മിക്കവാറും ജാതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നാടൻ പാട്ടുകാരിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതിൽ ജാതി ഉണ്ടല്ലോ. അല്ല, അത് നാടൻപാട്ട് ഫോം ചെയ്യുന്ന സ്പേസിൻ്റെ ഒരു ഇതായിട്ട് മാത്രം കണ്ടുകൂടെ? നാടൻപാട്ട് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ് എന്നുള്ളത് അടിസ്ഥാന വർഗത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. അവരുടെ നാടൻപാട്ടിൻ്റെ ഉറവിടം തന്നെ എന്താ പറയുക, അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ ലഘൂകരണത്തിനും അവരുടെ വിഷമങ്ങൾ പറയുന്നതിനും ഒക്കെ വേണ്ടിയുള്ളൊരു ഉപാധിയായിട്ടാണ് നാടൻപാട്ട്. അല്ലെങ്കിൽ അതങ്ങനെയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ പാട്ടിൻ്റെ ചരിത്രം കിടക്കുന്ന അടിത്തട്ട് മനുഷ്യരിലാണല്ലോ. അത് ജാതിയുമായി ബന്ധപ്പെടുത്തി തന്നെ അത് ജാതി എപ്പോഴും വർക്കിംഗ് ആളുകളിലാണല്ലോ ഉള്ളത്. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ഇപ്പം പൊയ്കയിലപ്പച്ചൻ ജാതി ഉപജാതി വ്യത്യാസമില്ലാതെ ഒരു PRD എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ആത്മീയ ഓർഗനൈസേഷൻ പോലെ ഉണ്ടാക്കിയില്ലേ. ഈ വിഭാഗങ്ങളെല്ലാം തന്നെ പാടത്തും പറമ്പിലും പണിയെടുത്ത് നടന്നിരുന്ന ആളുകളാണ്. അതിന് മുകളിലുള്ള ആളുകൾക്ക് വേർപ്പിൻ്റെ അസുഖമുള്ളതുകൊണ്ട് അവരൊന്നും പണിയെടുക്കാറില്ല. ഇന്ന് സീൻ മാറിയില്ലേ എന്നാണ്. എവിടെ സീൻ മാറിയേക്കണേ? ഇന്നിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവിടുത്തെ തോട്ടിപ്പണികളിലൊക്കെ ഒരു ഷെയർ കിട്ടട്ടെ അവർക്ക്. നമ്മളൊക്കെ വലിയ അഴിമതിക്കാരല്ല. എല്ലാ തോട്ടിപ്പണികളും ഇവിടുത്തെ ദളിത് മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതൊക്കെ ഒരു അഴിമതിയല്ലേ? സവർണരെ കൊണ്ട് ചെയ്യിക്കട്ടെ. പൂജാതി കർമ്മങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. ഇപ്പോഴും നമ്മൾ തന്നെ ഇത് ചെയ്യണത് എന്തിനാ? നമ്മുടെ ആളുകൾക്ക് മാത്രം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത്. നമ്മളൊക്കെ വല്ല ജഡ്ജി ആവുക, അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറിമാരാവുക, പൂണൂല് ധരിച്ചാൽ കിട്ടുന്ന എന്ത് സൗഭാഗ്യമാണോ അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുണ്ട്. എന്തേ? കബീറിൻ്റെ ഒരു ദോഹയിലുണ്ട്, ഉപനയനങ്ങളിൽ ഈശ്വരനില്ലാന്ന്. എവിടെ തിരയുന്നു നീ എന്നെ, അരികിലായുണ്ടല്ലോ ഞാൻ. എവിടെ തിരയുന്നു നീ എന്നെ, അരികിലായി ഉണ്ടല്ലോ ഞാൻ നിന്റെ. പള്ളിയിലില്ല ഞാൻ കോവിലിലും, കഅബയിലില്ല ഞാൻ കൈലാസത്തിലും. എവിടെ തിരയുന്നു? ആചാരങ്ങളിലില്ല, ഉത്സവങ്ങളിലും ഞാനില്ല, യോഗാസനത്തിലും ഇല്ല, ഉപനയനത്തിലുമില്ല. എവിടെ തിരയുന്നു നീ എന്നെ, അരികിലായി ഉണ്ടല്ലോ ഞാൻ. തോട്ടിപ്പണി ചെയ്യാൻ ഇവിടെ ഏതെങ്കിലും സവർണൻ തയ്യാറാകുമോ? ഇതാണ് എൻ്റെ ചോദ്യം. സമ്മതിക്കുമോ? ഇവർക്ക് താല്പര്യമുണ്ടോ അത് ചെയ്യാൻ? ഇവിടെ വൃത്തിയാക്കണമെന്ന പരിപാടി ജോലികളൊക്കെ ഇവിടുത്തെ അടിസ്ഥാന വർഗ്ഗങ്ങൾ ചെയ്യണം എന്നുള്ളത് അലിഖിത നിയമമായിട്ട് തുടരുന്നത് എന്താ? അത് ജാതിയല്ലേ? അത് ജാതിയല്ലേ? ആണോ? ജാതിയുടെ ഒരു അവസ്ഥയാണ്. അത് ജാതിയാണ്. അത് ജാതി, അതിന് ജാതി എന്നാ പറയാ. അപ്പോൾ ഇത്തരം അടിത്തട്ട് മനുഷ്യർ ഒരു സ്റ്റേറ്റിൻ്റെ വിഭവങ്ങളിൽ പങ്കാളിത്തം നേടുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത, ഇത് മനസ്സിലാക്കാനുള്ള ഒരു ദീർഘവീക്ഷണം എനിക്കുണ്ടേ. അതെൻ്റെ വളർച്ചയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്.
അതുകൊണ്ടാണ് അന്ന് ഞാൻ അവിടെ കോൺക്ലേവിൻ്റെ അന്ന് ദിവസം അടൂർ ഗോപാലകൃഷ്ണൻ അങ്ങനെ പറഞ്ഞപ്പോൾ കൃത്യമായിട്ടത് പ്രതികരിച്ചത്. എന്തിനാ അങ്ങനെ അസ്വസ്ഥത? ദളിത് സമൂഹത്തിനും സ്ത്രീകൾക്കൊക്കെ സർക്കാർ ഒരു നല്ല ഉദ്ദേശത്തിൽ തന്നിട്ടുള്ള ഈ ഒരു സഹായം അതിനെ തുരങ്കം വയ്ക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നത്. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടിട്ട് മുൻപ് അദ്ദേഹം പല കാര്യങ്ങളും ബോധിപ്പിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നടക്കാത്ത കാര്യം പിന്നെ എന്തിനാ ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ? അതും അധികാര സ്ഥിരാകേന്ദ്രമാണ്. നമ്മളൊക്കെ നമ്മുടെ വിവേകമനുസരിച്ച് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഒരാളെ മനസ്സിലാക്കി അവർക്ക് വോട്ട് ചെയ്യുകയും ചെയ്ത് അവർ എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് നിയമസഭയാണ്. ആ അധികാര സ്ഥിരാകേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു വിഭാഗം മനുഷ്യരെ, പ്രത്യേകിച്ച് അത് ദളിതും സ്ത്രീകളുമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഈ പൊയ്കൽ അപ്പച്ചനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എങ്ങനെയാണ് സ്വാധീനിച്ചത്, ഇല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയില്ലേ, എത്രത്തോളമാണ്? ഇപ്പോൾ ചിലരൊക്കെ നമ്മളെ ഒരുപക്ഷെ ഭയങ്കര ആത്മവിശ്വാസം തരുന്ന മനുഷ്യരായിട്ട് വരും. നമ്മൾ ചില വായനകളൊക്കെ നടത്തുമ്പോൾ ചിലപ്പോൾ ചെറിയ ചില ചിന്തകളൊക്കെ ആയിരിക്കും നമ്മൾ വർഷങ്ങളോളം നമ്മൾ കൊണ്ടു നടക്കും. എപ്പോഴും ചിലപ്പോൾ ഓർത്തിട്ട് നമുക്കൊരു കരുത്ത് കിട്ടും. ചില വായനകൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ അപ്പച്ചനെ വായിക്കുന്ന ഒരു അവസ്ഥയിൽ എങ്ങനെയാണത് വായിച്ചത്? ഓരോ കാലഘട്ടത്തിൽ ഈ വായനയുടെ അർത്ഥം മാറിയിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ വായിച്ചതായിരിക്കില്ല നമ്മൾ ഇപ്പോൾ വായിക്കുന്നത്. ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് ആ വായന? അപ്പച്ചൻ്റെ ബുക്ക് വായിച്ചതിൻ്റെ ഒരു മറ്റൊരു പ്രതിഫലനമാണ് എൻ്റെ ചോദ്യം. ഞാനന്ന് അവിടെ ചോദിച്ച ചോദ്യം അപ്പച്ചൻ്റെ വായനയിൽ നിന്നുകൂടി ഉണ്ടായിട്ടുള്ള ചോദ്യമാണ്. കാരണം കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി. എൻ്റെ വംശത്തിന് ഒരു ചരിത്രം നിർമ്മിക്കണ്ടേ? അവരുടെ കാഴ്ചകളിൽ കൂടി ഈ ലോകത്തെ കാണണ്ടേ? സ്ത്രീകളുടെ കണ്ണിൽ കൂടി ഈ ലോകത്തെ കാണണ്ടേ? ഇതൊന്നും വേണ്ട എന്നല്ല അദ്ദേഹം പറഞ്ഞത് എന്നുള്ള ന്യായീകരണങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് 1.5 കോടി എന്നുള്ളത് 50, 50, 50 എന്ന് വെച്ച് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ അവരൊക്കെ വലിയ വിശാല ഹൃദയരാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് അതൊക്കെ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ബുദ്ധി ഏത് തരം ചിന്തയിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു മനസ്സിലാക്കൽ. ഇത് ഞാൻ ഇത്തരത്തിലുള്ള മനുഷ്യരെ കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ കാണുന്നതാണ്. അതാണ് ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ചിലപ്പോൾ അത് പറയാൻ ചില സന്ദർഭത്തിൽ കഴിഞ്ഞില്ല എന്ന് വരും, പക്ഷെ ചില സന്ദർഭത്തിൽ അറിയാതെ അത് പറഞ്ഞു പോകും. എൻ്റെ പാട്ടുകളൊക്കെ കേരളത്തിലെ മനുഷ്യർ എത്രയോ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗായികയാണ് ഞാൻ. എൻ്റെ മുഖം അപ്പോഴും ദൃശ്യത ഇല്ലാതെ പോയത് അതിൻ്റെ സാമൂഹിക വശം തന്നെ ജാതിയാണ് അല്ലേ? ജാതിയുണ്ട്, അതിൽ നിറമുണ്ട്. അതൊരു പൊതു സൗന്ദര്യബോധം അങ്ങനെയാണ്. പൊതു സൗന്ദര്യബോധം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് സവർണരാലാവുമ്പോൾ അതങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അത് പിന്നെ വിഭവം കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒരു എന്താ പറയുക, അവർക്ക് വിസിബിലിറ്റി ഉണ്ടാവും. ഒരുപാട് ഡീകൺസ്ട്രക്ഷൻ നടക്കേണ്ട ഒരു ഏരിയ ആണിത്. നമ്മൾ നിരന്തരമായി ശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതെ, ഞാൻ അതിനൊരു ചർച്ചയ്ക്കുള്ളൊരു വഴി ഉണ്ടാക്കി. കുറച്ചെങ്കിലും അത് മനുഷ്യര് കുറച്ച് പേരെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് എൻ്റെ വർഗത്തിൽ, അതായത് ഞാൻ വളരെ വർഗബോധം ഉള്ളൊരു ആളാണ്. പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു വംശത്തിനെങ്കിലും അത് മനസ്സിലാക്കാൻ ഒരു ചെറിയ എന്താ പറയുക, അവരുടെ ഉള്ളിലേക്ക് അതൊരു ശകലമായിട്ട് ഇട്ടുകൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക്. അപ്പച്ചന് വേണ്ടിയിട്ട് ഏതെങ്കിലും? അപ്പച്ചൻ്റെ ആദ്യ ഗാനം ഞാൻ കമ്പോസ് ചെയ്തത് കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി. ഞാൻ അദ്ദേഹത്തെ വായിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സങ്കടം, അദ്ദേഹത്തിൻ്റെ ചരിത്രം, അദ്ദേഹത്തിൻ്റെ ജീവിതം വായിച്ചപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞിട്ടുണ്ട്. കാരണം അതെല്ലാം നമ്മുടെ ജീവിതമായിട്ട് കുറേയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു പലതും. അന്നത്തെ അത്ര ക്രൂരത ഉണ്ടാവില്ലായിരിക്കാം. ഞാൻ 74 മോഡലാണ്, എങ്കിൽ പോലും ഞാനും അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടുള്ള ഒരാളാണ് ഞാൻ. കുട്ടികൾക്ക് പാലക്കാട് നിന്ന് യാത്ര ചെയ്ത് തൃശ്ശൂർ വന്ന്
തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂർക്ക് കയറി അവിടെ നിന്ന് ചന്ദ്രാപിന്നിയിൽ പോയി കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ട് ആ കിട്ടുന്ന പണം കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് പൈസ കൊടുക്കുകയും എനിക്ക് യാത്രയ്ക്ക് പാലക്കാടേക്ക് തിരിച്ചു പോകാനുള്ള യാത്രാ ചിലവ് അതിനുള്ള പൈസ എടുത്തിട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ പഠനവും വീട്ടിലെ കാര്യം കൂടെ ഞാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാനൊക്കെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോഴും ഞാൻ തളർന്നൊന്നും പോയിട്ടില്ല. ഇച്ഛാശക്തി എന്ന് പറഞ്ഞ ഒരു സംഗതി എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. നമ്മുടെ കഥ പറയണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല ആളുകളും വീണു പോവും, തളർന്നു പോവും, നിരാശ വരും. അവർക്കൊക്കെ ഒരു ആത്മവിശ്വാസം കൂടെ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ തുറന്നു പറയണത്. ഞാൻ ഒരിക്കൽ ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കാൻ അവരുടെ ഹോം ട്യൂഷന് വേണ്ടിയിട്ട് പോയതാണ്. എനിക്ക് ഒന്ന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി ഇതാണ് വാഷ്റൂം എന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. ഞാൻ വാഷ്റൂമിൽ പോയി തിരിച്ചു വന്നു. അന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ദിവസം പോയപ്പോൾ അവരുടെ വാഷ്റൂമിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുക, ഇവിടെ മൂത്രമൊഴിക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ജാതി ഉണ്ടോ? ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കൊച്ചുകുട്ടിയാണ് അന്ന് പാട്ട് പഠിക്കുന്നത്. ആ പാവം എൻ്റെ ടീച്ചർ അതിലൊന്നും ഉത്തരവാദിയല്ല കേട്ടോ. ടീച്ചർക്ക് ആ സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഉത്തരവാദിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. എന്നെ ഒരു 5 പൈസ വാങ്ങിക്കാതെ എന്നെ പാട്ട് പഠിപ്പിച്ച അധ്യാപിക, അവരോട് എനിക്കിന്നും തീർത്താൽ തീരാത്ത കടപ്പാട് ആ സോളിനോട് മാത്രമുള്ളൂ. അവരൊക്കെ മരിച്ചുപോയി. ടീച്ചറോട് മാത്രമാണ് എനിക്ക് ആ ഒരു കടപ്പാട്. ടീച്ചർ എന്നെ പണമൊന്നും വാങ്ങിക്കാതെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതും കൃത്യമായിട്ട് അതിൻ്റെ ബേസിക്സ് എല്ലാം സാധകം ചെയ്യിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ടീച്ചറുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബമാണ്. അവർ ടീച്ചറെ പോലത്തെ മനസ്ഥിതിയുള്ള ആളുകളല്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ സിസ്റ്റത്തെ ബ്രേക്ക് എന്താ പറയുക, പിന്നെ സിസ്റ്റത്തിനപ്പുറം മനുഷ്യത്വത്തെക്കുറിച്ച് അവർ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവർ ജാതിയുടെ ബേസിലേ എല്ലാവരെയും കാണാറുള്ളൂ. അപ്പോൾ പിന്നെ ഓണമൊക്കെ ആകുമ്പോൾ ഉത്രാടത്തിൻ്റെ അന്നൊക്കെ നമുക്ക് കുട്ടികളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിലാണ് എൻ്റെ ഇല അങ്ങ് മാറ്റിയിട്ടിട്ടുള്ള സന്ദർഭം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ അനുഭവിച്ച് വെന്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ അപ്പച്ചനെ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കരയാതിരിക്കും. അതിൻ്റെ ഒരു തുടർച്ചയല്ലേ ഞാനും അനുഭവിച്ചിട്ടുള്ളൂ. അദ്ദേഹം അനുഭവിച്ചതിൻ്റെ ഒരു വേറെ തുടർച്ചയല്ലേ. അപ്പോൾ എത്രയായി ഇതിങ്ങനെ തുടങ്ങിയിട്ട്? ഇതൊക്കെ അവസാനിക്കണ്ടേ? ഈ ഒരു ജീവിതാവസ്ഥയെക്കുറിച്ച് യാതൊരു തരത്തിലും അറിയാത്ത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അനുഭവിച്ച് വളർന്നിട്ടുള്ള ഒരു മനുഷ്യർക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ആ ജീവിതാവസ്ഥ അതുപോലെ ജീവിച്ച ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് മനസ്സിലാവും, ഇവർക്ക് മനസ്സിലാവില്ല. ഇവരെങ്ങനെ നമ്മളിനി പഠിപ്പിക്കാൻ പറ്റുമോ? അത് അവർക്ക് ഇനി ആവണമെങ്കിൽ വല്ല തോട്ടിപ്പണിയൊക്കെ ചെയ്തിട്ട് പഠിക്കട്ടെ. അതെങ്ങനെ സുഖം ഉണ്ടോയെന്ന് അറിയട്ടെ. അവരത് ചെയ്യില്ലല്ലോ. നമുക്ക് കുറച്ച് പേർക്ക് ചിലപ്പോൾ അത് അങ്ങനെയുള്ള ഒരു സ്പേസ് കിട്ടിയെന്ന് വരും. പക്ഷെ ഭൂരിഭാഗം ആളുകൾ അങ്ങനെയല്ല ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചത്. കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. പാരിലുള്ള ചരിത്രങ്ങൾ ഓരോന്നും പരിചിന്തനം ചെയ്തേടുക 2 വംശത്തെ. കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. എൻ്റെ വംശത്തിൻ കഥ എഴുതി വച്ചിടാൻ പണ്ട് ഉർവിയിലാരും ഇല്ലാതെ പോയല്ലോ. എൻ്റെ വംശത്തിൻ കഥ എഴുതി വച്ചിടാൻ പണ്ട് ഉർവിയിലാരും ഇല്ലാതെ പോയല്ലോ. കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി,
കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഉന്നതനേ 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 നീയോ വലിയോൻ, ഈ ധരയിൽ ഞാൻ ചെറിയോൻ. ഉന്നതനേ നീയോ വലിയോൻ, ഈ ധരയിൽ ഞാൻ ചെറിയോൻ. നിന്നാൽ നിനക്കെന്തുമാകാം, എന്നാൽ എനിക്കൊന്നുമാകാം. നിന്നാൽ നിനക്കെന്തുമാകാം, എന്നാൽ എനിക്കൊന്നുമാകാം. വിണ്ണവനേ നീയോ ശക്തൻ, ഈ മണ്ണുപൊടി ഞാൻ അശക്തൻ. വിണ്ണവനേ നീയോ ശക്തൻ, ഈ മണ്ണുപൊടി ഞാൻ അശക്തൻ. കാണുന്നില്ല കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ ഒരു മ്യൂസിക് കൊടുക്കാൻ തീരുമാനിച്ചത്? അത് ഇത്തിരി ബോൾഡായിട്ട് ഉപയോഗിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണെന്ന് തോന്നിയിട്ട്. മറ്റേതൊരു പരിദേവനം പറച്ചിലല്ലേ, കാണുന്നീലോരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. ആ ഒരു അങ്ങനെയുള്ള ഒരു ട്യൂണാണ്. അതിലൊരു സങ്കടം ഇതിലും. ഇപ്പം ഞാൻ പാടുന്നതിൽ സങ്കടം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ആ സങ്കടത്തിനൊരു പ്രതിഷേധത്തിൻ്റെയും എന്താ പറയുക ആത്മാഭിമാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് അമേരിക്കൻ ബ്ലൂസിൻ്റെ ഒരു ചുവട് പിടിച്ചിട്ട് ഇത് ചെയ്തത്. അതെ, ഹിന്ദുസ്ഥാനിയൊക്കെ ആരാധനയോടുകൂടി കാണുന്ന കർണാട്ടിക് ബേസ് ഉള്ള ഒരാള് വെസ്റ്റേൺ എന്തുകൊണ്ട് ഇത്തരം ഒരു കോംബോ ചേർത്ത് വെച്ചു എന്നുള്ളതാണ് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത്. ഇപ്പോഴും നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. അറിവ് നേടിയ മനുഷ്യർ നമ്മളുടെ ഇടയിൽ ഉയർന്നു വന്നു കഴിഞ്ഞു. അവർക്ക് സ്പേസ് ഉണ്ടാവണം, അവിടെ അവർക്ക് പ്ലാറ്റ്ഫോം ഉണ്ടാകണം. അതാണ് പുലയനൊരു പള്ളി പറയനൊരു പള്ളി എന്ന് പറയുന്നത്. ആ പാട്ട് ഞാൻ അതും ഈ പിന്നെ ഈ പാട്ടിനോട് ചേർന്നിട്ട് തന്നെയാണ് അത്. പുലയനൊരു പള്ളി പറയനൊരു പള്ളി, മീൻ പിടുത്തക്കാരൻ മരയ്ക്കാനൊരു പള്ളി. പള്ളിയോട് പള്ളി നിരന്നിങ്ങു വന്നിട്ടും വ്യത്യാസം മാറി ഞാൻ കാണുന്നില്ല. പുലയനൊരു പള്ളി പറയനൊരു പള്ളി, മീൻ പിടുത്തക്കാരൻ മരയ്ക്കാനൊരു പള്ളി. അപ്പനൊരു പള്ളി മകനൊരു പള്ളി, അക്കൂറും ഇക്കൂറും വെവ്വേറെ പള്ളി. പള്ളിയോട് പള്ളി നിരന്നിങ്ങു വന്നിട്ടും വ്യത്യാസം മാറി ഞാൻ കാണുന്നില്ല. പുലയനൊരു പള്ളി പറയനൊരു പള്ളി, മീൻ പിടുത്തക്കാരൻ മരയ്ക്കാനൊരു പള്ളി. കാണുന്നില്ല കാണുന്നില്ല കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. കാണുന്നുണ്ടനേക വംശത്തിൻ ചരിത്രങ്ങൾ. ഈ കാലം മാറി വരേണ്ടതുണ്ട്. കലയിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തും, അല്ലാതെ തന്നെ പ്രതിഷേധിക്കേണ്ടതുണ്ട്. നന്നായിട്ട് ഇതൊക്കെ പിന്നെ ഞാൻ പോയ വഴികളൊക്കെ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. അല്ല, അതെങ്ങനെ ചെയ്യണം. അതെ, അതാണ് ശരിക്കും നമ്മൾ ഈ പ്രോഗ്രസീവ്നെസ്സിന് വേണ്ടിയിട്ട് ഒരുപാട് തരത്തിലുള്ള സ്റ്റെപ്പുകൾ വയ്ക്കും. പാട്ടിലൂടെ കലയിലൂടെയൊക്കെ നമുക്ക് ചില ശ്രമങ്ങളൊക്കെ നടത്താൻ പറ്റും. പക്ഷേ ചിലയിടങ്ങളിൽ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നേർക്ക് നിൽക്കേണ്ടി വരും. ചില പ്രതിഷേധങ്ങളൊക്കെ പ്രതിഷേധത്തിൻ്റെ ഒരു സൗകര്യത്തിൽ നിൽക്കരുത്, അതിനപ്പുറത്തേക്കൊക്കെ നമ്മൾ ചിതറിപ്പോകും. അതൊക്കെ കാലം അടയാളപ്പെടുത്തുകയും ചെയ്യും. ജനാധിപത്യപരമായി തന്നെ അതിനെ അടയാളപ്പെടുത്താനും പറ്റും.
അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തുടരേണ്ടതുണ്ട്. പക്ഷേ കലയിൽ കുറച്ചുകൂടെ പ്രതിഷേധിക്കണമെന്ന് എപ്പോഴും തോന്നൂലേ ഉള്ളിൽ നിന്ന്? അപ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള വർക്ക്, ഒരു ഊർജ്ജമൊക്കെ ഇപ്പോൾ കൂടിയിട്ടുണ്ടോ? എനിക്ക് പണ്ടേ ഉണ്ടാവും ഊർജ്ജം. ആ ഊർജ്ജത്തെ നിലനിർത്തണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. സംഗീതമാണല്ലോ നമ്മുടെ ഒരു ഉപാധി. അതുകൊണ്ടാണ് സംഗീതത്തിൽ കൂടി അത് പറയാൻ ശ്രമിക്കുന്നത്. എൻ്റെ പാട്ടുകൾ ഓരോന്നും ചില ദർശനങ്ങളാകുന്നത് അതുകൊണ്ടാണ്. പിന്നെ സിനിമാ ഗാനങ്ങൾ ഓഫ് കോഴ്സ് നമുക്ക് പണവും പ്രശസ്തിയും തരും. പക്ഷേ ആളുകളുടെ ഉള്ളിലെ ഇരുട്ടിനെ മാറ്റാൻ അതൊന്നും പോരല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വഴി എടുക്കുന്നതും. നമുക്ക് സ്പിരിച്വൽ ആയി കഴിഞ്ഞാൽ സത്യത്തിൽ ചുറ്റുപാടിനോടും നമുക്ക് എന്താ പറയുക സമമായിട്ടേ കാണാൻ കഴിയുള്ളൂ. അത് സ്പിരിച്വാലിറ്റിയൊക്കെ ഇന്നത്തെ കാലത്ത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളോട് തന്നെയുള്ള ശ്രദ്ധയാണല്ലോ ഭക്തി. അപ്പോൾ ആ ഒരു ഭക്തിയിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മളോടുള്ള ശ്രദ്ധയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അത് മറ്റ് മനുഷ്യരെ അവരുടെ തുല്യതയെക്കുറിച്ചിട്ടും അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള നീതിയെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങൾ റസൂലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടല്ലേ, അത് രസമാണ്, അതൊന്നും പാടുമോ? അതെന്താന്ന് വെച്ചാൽ ഈ പൗരത്വ പ്രക്ഷോഭ സമയത്ത് കലാപകാരികളെ വസ്ത്രം കണ്ടാൽ തിരിച്ചറിയാം കേട്ടപ്പോൾ ശരിക്കും ഭയങ്കര ഷോക്കായിരുന്നു എനിക്ക്. എങ്ങനെയാണ് ഒരു കലാപകാരിയെ അവരുടെ വസ്ത്രം കണ്ടാൽ തിരിച്ചറിയുക എന്നുള്ളത്? അതൊരു വിഭാഗം മനുഷ്യരെ തന്നെ ഉദ്ദേശിച്ചു കൊണ്ടായിരുന്നു. ഇവിടുത്തെ മതന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് അത് പറഞ്ഞത് എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഇതിന് എങ്ങനെയാണ് നമ്മൾ മറുപടി കൊടുക്കുക എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് ഷമീന ലിറിക്സ് എഴുതിയ, അതായത് ഇഖ്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട് ഖുറാനിൽ, 112-ാമത്തെ അധ്യായമാണ്. അപ്പോൾ അതിൻ്റെ സാരാംശം എന്ന് പറഞ്ഞാൽ ഖുറാൻ്റെ 1/3 സാരസംഗ്രഹമാണ് എന്നാണ് എന്നോട് ഷമീന പറഞ്ഞത്. ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ, കാരണം അവരത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വരികൾ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് തന്നെ ചോദിച്ചപ്പോൾ അവർ 1/3 സാരസംഗ്രഹമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് പാടിയിട്ടാലോ എന്ന് ഞാൻ വിചാരിക്കും. അത് കമ്പോസ് ചെയ്യായിരുന്നു. യാ റസൂലേ, ഈ ജഗത്തിൻ്റെയും ഈ ജനത്തിൻ്റെയും ഈ ജഡത്തിൻ്റെയും ഈ ജന്മത്തിൻ്റെയും ദൈവമൊന്നാണെന്ന് ചൊല്ലൂ യാ റസൂലേ, ദൈവമൊന്നാണെന്ന് ചൊല്ലൂ യാ റസൂലേ, യാ റസൂലേ, യാ റസൂലേ, ദൈവമൊന്നാണെന്ന് ചൊല്ലൂ യാ റസൂലേ. റമദാനിലായി ജിബ്രീൽ യാ റസൂലേ, യാ റസൂലേ.
യാ റസൂലേ. ഒരു അഹങ്കാരിയാണെന്ന് അറിയുന്നതിൽ എനിക്കൊരു അഹങ്കാരം തോന്നുന്നു എന്ന് പറയാനാണ് പുഷ്പവതി എപ്പോഴും ശ്രമിക്കുന്നത്. ആ അഹങ്കാരം അങ്ങനെ തുടരട്ടെ അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അഹങ്കാരം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ആ അഹങ്കാരം കുറച്ച് കലയിൽ കുറച്ച് കൂടുതൽ ഞങ്ങൾക്ക് കിട്ടട്ടെ. എൻ്റെ അടുത്ത് എൻ്റെ പഴയൊരു സുഹൃത്ത് പറയും, നീ എന്തിങ്ങനെ വല്ലാതെ സൗമ്യമായിട്ടൊക്കെ സംസാരിക്കണത്, വല്ല ബോൾഡായിട്ടൊക്കെ സംസാരിക്കേ എന്നൊക്കെ. പക്ഷേ നമ്മൾ ആളുകളുടെ അടുത്ത് സ്നേഹം കൊണ്ടാണ് ഇടപെടുന്നത്. അപ്പോൾ അതൊരു വിധേയത്തായിട്ട് മറ്റൊരു മനസ്സിലാക്കരുത്. അത് നമ്മുടെ സംസ്കാരമാണ്. നമ്മൾ ഒരാളുടെ അടുത്ത് സൗമ്യമായിട്ടും വളരെ സ്നേഹത്തോടും കൂടി ഇടപെടുന്നത് നമുക്ക് അവരുടെ അടുത്തൊന്നും കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അത് നമ്മുടെ സംസ്കാരമാണ്. എല്ലാവരുടെ അടുത്തും വളരെ മാന്യമായിട്ടൊക്കെ ഇടപെടുക എന്നുള്ളതേ. അവിടെ മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഒരു വിധേയത്തല്ല. ഒരിക്കലും അതൊരു വിധേയത്തല്ല. അവരെന്നെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു അഹങ്കാരം എന്നുള്ളത് തൻ്റെ ഇടം എന്നുള്ള അർത്ഥത്തിൽ മാത്രം മനസ്സിലാക്കട്ടെ. അങ്ങനെ തന്നെ തുടരാൻ കഴിയട്ടെ. നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞ പാട്ടെല്ലാം മുഴുവനും പാടിത്തന്നത് വേറെ ലെവലായിരുന്നു. ഞാനിപ്പോൾ വേറെ കോണ്ടസ്റ്റിൽ സംസാരിച്ചെങ്കിൽ പോലും സത്യത്തിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചത് സംഗീതം പാട്ടാണ്. എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എത്രയും പാടിച്ചത്. എനിക്കത് കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്. ഇങ്ങനെ ശരിക്കും അതാണ് വേണ്ടത്. നമ്മുടെ കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് പലപ്പോഴും പലർക്കും അറിയേണ്ടത്. ഞാൻ പ്രതികരിച്ചത് എന്താ പറയുക, പൊളിറ്റിക്സാണ് കൂടുതൽ സംസാരിക്കാനുള്ളത്. എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എൻ്റെ വഴി സംഗീതമാണ്. അപ്പോൾ സംഗീതത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് നമ്മളെ അടയാളപ്പെടുത്തും. മറ്റേത് നമ്മളെ അത്ര അങ്ങനെ അടയാളപ്പെടുത്തിയെന്ന് വരില്ല. അതുമായിട്ട് മുന്നോട്ട് പോകും. അതെ. നന്ദിയുണ്ട് സംസാരിക്കും. ഓക്കെ, താങ്ക് യു.